ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലുമിനോസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോൾ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സക്രിയായുടെ പുസ്തകം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ജോഷ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. തന്റെ മുന്നിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ അടുത്തു നിൽപ്പുണ്ടായിരുന്നു. സഹോദരങ്ങളെ, കുദാശകളിലൂടെയാണ് നമ്മുടെ പാപമാകുന്ന മുഷിഞ്ഞ വസ്ത്രം മാറ്റാൻ നമുക്ക് സാധിക്കുന്നത്. തിരുവചനത്തിൽ നാം കാണുന്നു, ദൂതൻ ജോഷയെ അനുഗ്രഹിക്കാൻ നിൽക്കുമ്പോഴും സാത്താൻ തടസ്സമായി നിൽക്കുന്നുണ്ട്. അതായത് നമ്മിലെ ചില തഴക്കദോഷങ്ങൾ, പാപാവസ്ഥകള്, ബലഹീനതകള് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. ദൈവത്തിൽ ആശ്രയിക്കാൻ നാം ശ്രമിക്കണം. ആത്മാർത്ഥമായി നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് നമ്മെ സഹായിക്കും. നമ്മുടെ വിജയമല്ല, പരിശ്രമമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. അതുകൊണ്ട് എന്നിലെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ഒരു ദൈവ പൈതലായി ജീവിക്കാൻ നാം ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുന്നത് നാം തിരിച്ചറിയും. അതിനാൽ ദൈവകുദാശകൾ നാം ഉപയോഗിക്കണം. മാമോദിസായിൽ നമുക്ക് ലഭിച്ച വെള്ള വസ്ത്രം നമ്മുടെ പാപങ്ങൾ മൂലം നമ്മൾ നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും അത് വീണ്ടെടുക്കാനുള്ള ഒരു അവസരമാണ് ഈ നോമ്പ് കാലഘട്ടം. യഥാർത്ഥ അനുതാപം എന്ന് പറയുന്നത് വസ്ത്രം മാറ്റുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയം നമുക്ക് നഷ്ടമാക്കി കളയാതെ വിനിയോഗിക്കാം. കുമ്പസാരം, വിശുദ്ധ കുർബാന എന്നിവയെല്ലാം ഭക്തിയോടെ പങ്കെടുക്കണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധിയാകുന്ന വസ്ത്രം ധരിക്കാൻ, ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ, ഒരു ദൈവ പൈതലാകാൻ ശ്രമിക്കാൻ സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.